ഹലോ ഡിയർ സ്റ്റുഡൻസ്, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലേക്കുള്ള 2024 ഡിഗ്രി ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്. 22-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഈ വർഷം മുതൽ ഡിഗ്രി 4 വർഷമാണ്. http://ugsadmission.ssus.ac.in ഈ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 7/6/2024 വൈകുന്നേരം 5 മണി. അപ്ലൈ ചെയ്യാനുള്ള ഫീസ് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ SC/BC കാറ്റഗറി ആണെങ്കിൽ 50 രൂപയാണ് ഓരോ പ്രോഗ്രാമിനും. SC/ST കാറ്റഗറി ആണെങ്കിൽ 25 രൂപയാണ് ഓരോ പ്രോഗ്രാമിനും വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് കൂടിയെന്ന് നോക്കാം. ലാസ്റ്റ് ഡേറ്റ് 7/6/2024. ഡാൻസ്, മ്യൂസിക് തുടങ്ങിയ കോഴ്സുകൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുന്നത് 11/6/2024 മുതൽ 13/6/2024 വരെയാണ്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 15/6/2024. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 18/6/2024. ക്ലാസ്സുകൾ തുടങ്ങുന്നത് ജൂലൈ 1-ാം തീയതി. ഇനി നമുക്ക് കാലടി മെയിൻ ക്യാമ്പസിൽ ഏതൊക്കെ UG മേജർ പ്രോഗ്രാംസ് ആണ് ഉള്ളതെന്ന് നോക്കാം. BA സാൻസ്ക്രിറ്റ് സാഹിത്യ, BA സാൻസ്ക്രിറ്റ് ജനറൽ, BA സാൻസ്ക്രിറ്റ് വ്യാകരണ, BA സാൻസ്ക്രിറ്റ് വേദാന്ത, BA സാൻസ്ക്രിറ്റ് ന്യായ, BA മലയാളം, BA ഹിന്ദി, BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BA ഫിലോസഫി, BSW, BA മ്യൂസിക്, BA ഭരതനാട്യം, BA മോഹിനിയാട്ടം. ഡിഗ്രി കോഴ്സിന് ചേരാനായിട്ട് ഏജ് ലിമിറ്റ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ SC/BC കാറ്റഗറി ആണെങ്കിൽ 23 വയസ്സിൽ കൂടാനായിട്ട് പാടില്ല. SC/ST കാറ്റഗറി ആണെങ്കിൽ 25 വയസ്സിൽ കൂടരുത്. ഹയർ സെക്കൻഡറി പാസ്സായിരിക്കുക എന്നുള്ളതാണ് അക്കാദമിക് എലിജിബിലിറ്റി. ഇനി നമുക്ക് സീറ്റ് റിസർവേഷൻ ഡീറ്റെയിൽസ് കൂടിയെന്ന് നോക്കാം. 50% സീറ്റും ജനറൽ സീറ്റുകളാണ്, അതായത് മെറിറ്റ് സീറ്റുകളാണ്. 20% സീറ്റ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിനായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. SC/BC കാറ്റഗറിയിൽ വരുന്നത് ഈഴവ 8%, മുസ്ലിം 7%, ലാറ്റിൻ കാത്തലിക് 1%, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ OBX 1%, അതർ ബാക്ക്വേർഡ് ഹിന്ദു OBH 3%. എക്കണോമിക്കലി ബാക്ക്വേർഡ് എമംഗ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസ്, അതായത് EWSന് വേണ്ടിയിട്ട് 10% സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. SC കാറ്റഗറിക്ക് വേണ്ടി 15%, ST കാറ്റഗറിക്ക് വേണ്ടി 5%. ഇങ്ങനെയാണ് റിസർവേഷൻ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. BA സാൻസ്ക്രിറ്റ് പ്രോഗ്രാമിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് +2ൻ്റെ ടോട്ടൽ മാർക്ക്. SSLCക്ക് സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 മാർക്ക്. ഏതെങ്കിലും സംസ്കൃത സ്കൂളുകളിലാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ 10 മാർക്ക്. +2ന് സാൻസ്ക്രിറ്റ് അഡീഷണൽ ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ 20 മാർക്ക്. സാൻസ്ക്രിറ്റ് പ്രചാരണ സ്കീം പാസ്സായിട്ടുണ്ടെങ്കിൽ 10 മാർക്ക്. പ്രാഗ് ശാസ്ത്രി കണ്ടക്ട് ചെയ്യുന്ന സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റീസ് വിദ്യാപീഠ് പാസ്സായിട്ടുണ്ടെങ്കിൽ 40 മാർക്ക്. നെക്സ്റ്റ് BA ഹിസ്റ്ററി. +2ൻ്റെ ടോട്ടൽ മാർക്ക്. +2ന് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 10 മാർക്ക്. +2ന് ഫിലോസഫി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, സൈക്കോളജി, ജിയോഗ്രഫി, ആന്ത്രോപോളജി, ജിയോളജി, സോഷ്യൽ വർക്ക്, ഇസ്ലാമിക് ഹിസ്റ്ററി, ജേർണലിസം ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ 5 മാർക്ക്. അടുത്തത് BA ഫിലോസഫി. +2ൻ്റെ ടോട്ടൽ മാർക്ക്. +2ന് ഫിലോസഫി പഠിച്ചിട്ടുണ്ടെങ്കിൽ 10 മാർക്ക്. ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, സൈക്കോളജി, ജിയോഗ്രഫി, ആന്ത്രോപോളജി, ജിയോളജി, സോഷ്യൽ വർക്ക്, ഇസ്ലാമിക് ഹിസ്റ്ററി അല്ലെങ്കിൽ ജേർണലിസം ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് +2ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ 5 മാർക്ക്. BA ഇംഗ്ലീഷ് കോഴ്സിന് അപ്ലൈ ചെയ്യുന്നവരുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. +2ൻ്റെ ടോട്ടൽ മാർക്ക്. +2ന് പാർട്ട് 1 ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്കിൻ്റെ 2 ടൈംസ്. +2ന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഓപ്ഷണലായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ 20 മാർക്ക്. BA ഹിന്ദി. +2ൻ്റെ ടോട്ടൽ മാർക്ക്. +2ന് ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ 25 മാർക്ക്.
+2 പാർട്ട് 2 ലാംഗ്വേജിൽ ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ 50 മാർക്ക്. SSLCക്ക് ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ 25 മാർക്ക്. അടുത്തത് BA മലയാളം +2 ടോട്ടൽ മാർക്ക്. +2 പാർട്ട് 3 ലാംഗ്വേജസിൽ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ 25 മാർക്ക്. പാർട്ട് 2 മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ 50 മാർക്ക്. SSLCക്ക് മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ 25 മാർക്ക്. അടുത്തത് BSW +2 ടോട്ടൽ മാർക്ക്. +2 സോഷ്യൽ വർക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ 10 മാർക്ക്. BA ഡാൻസ് ഭരതനാട്യം, BA ഡാൻസ് മോഹിനിയാട്ടം, BA മ്യൂസിക് ഈ 3 കോഴ്സുകൾക്കും 50% +2 മാർക്കും 50% ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെയും മാർക്കാണ് വരുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ഫീസ് ജനറൽ കാറ്റഗറിക്ക് 50 രൂപയും SC/ST കാറ്റഗറിക്ക് 25 രൂപയുമാണ്. ഇനി നമുക്ക് കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. BA കോഴ്സുകളാണെങ്കിൽ അഡ്മിഷൻ ഫീസ് 150 രൂപ, ട്യൂഷൻ ഫീസ് 2500 രൂപ, സാൻസ്ക്രിറ്റ് ആണെങ്കിൽ 2500, നോൺ സാൻസ്ക്രിറ്റ് ആണെങ്കിൽ 3000 രൂപ. സ്പെഷ്യൽ ഫീ 1000 രൂപ, ഡാൻസിനും മ്യൂസിക്കിനും 1500 രൂപ, കോഷൻ ഡിപ്പോസിറ്റ് 1000 രൂപ, മെട്രിക്കുലേഷൻ ഫീസ് 200, റെക്കഗ്നിഷൻ ഫീ 200, ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട് 500, എക്സാമിനേഷൻ ഫീസ് തിയറിക്ക് 100, പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റുകളാണ് എടുക്കുന്നതെങ്കിൽ 150, മാർക്ക് ലിസ്റ്റ് പെർ സെമസ്റ്റർ 100, ഫൈനൽ മാർക്ക് ലിസ്റ്റിന് 200. ഇത്രയാണ് BA കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി BSWനാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അഡ്മിഷൻ ഫീ 150, ട്യൂഷൻ ഫീ 15000, സ്പെഷ്യൽ ഫീ 5000, കോഷൻ ഡിപ്പോസിറ്റ് 1000, മെട്രിക്കുലേഷൻ ഫീ 200, റെക്കഗ്നിഷൻ ഫീ 200, ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട് 500, തിയറി 100 പെർ സെമസ്റ്റർ, പ്രാക്ടിക്കൽസ് 150 പെർ സെമസ്റ്റർ, മാർക്ക് ലിസ്റ്റ് 100 പെർ സെമസ്റ്റർ, ഫൈനൽ മാർക്ക് ലിസ്റ്റ് 200. ഇത്രയുമാണ് നിങ്ങളുടെ കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ. ഫൈനൽ സെമസ്റ്ററിൻ്റെ ഫീസ് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് അടക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റ്സ്: 1 അഡ്മിഷൻ മെമ്മോ, SSLC സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ലിസ്റ്റ്, TC, CC, ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും റിസർവേഷന് എലിജിബിൾ ആണെങ്കിൽ മാത്രം മതി. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എന്തെങ്കിലും കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്നതാണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, NCC, NSS, സ്പോർട്സ്, ആർട്സ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതും.